ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടൊരു ഡിഷ് കുക്ക് ചെയ്യാൻ പോവാണ്. എന്നാട്ടെ? വെറൈറ്റി. ഓണമൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി. അതെ. അപ്പോൾ ഇന്നത്തെ ഡിഷാണ്. എന്ത് സാധനമാണ് നമ്മുടെ ഡിഷ്? നാക്ക്. നമുക്കൊരു പശുവിന്റെ പോത്തിന്റെ എന്തൊക്കെ അതിൽ ഒരെണ്ണം പറഞ്ഞു. 3 നാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 വിഭവങ്ങൾ ഉണ്ടാക്കാം. അതെ, 3 നാക്ക് കൊണ്ട് 3 ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അതെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. എന്താണ് കേട്ടോ ഇനി അടുത്ത പരിപാടി? ഇതാണ് നമ്മൾ പറഞ്ഞ നാക്ക്. നമുക്ക് ഇതിന്റെ ഈ തൊലി പൊളിക്കണ്ടേ? അപ്പൊ നമുക്കിത് ചൂടുവെള്ളത്തിലാക്കണോ അതേ കുക്കറിനകത്തിട്ടടിച്ച്? കുക്കറിലടിക്കും. അപ്പൊ കുറച്ചുകൂടെ വെന്ത് കിട്ടിയല്ലോ. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും അല്ലേ? അപ്പം നമുക്കിത് കുക്കറിലിട്ട് ഒരു 2 ഫിസിൽ 2-3 അടുപ്പിച്ചേക്കാം അല്ലേ? ഇതൊക്കെ തിന്നോ മനുഷ്യന്മാര് തിന്നോ? ഞാൻ യൂട്യൂബിൽ കണ്ടത് കുറെ പേര് തന്നത്. എനിക്കിത് കാണുമ്പം ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. പക്ഷെ തിന്നാനാകുമ്പോൾ കുഴപ്പമില്ലായിരിക്കും അല്ലേ? 2 പോലെ ഇതിനകത്തൊന്നും ഇടുന്നില്ലല്ലോ, ഉപ്പൊന്നും ഇടുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് വേവിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഐശ്വര്യമായിട്ട് കുക്കർ തുറക്കണം. ഉദ്ദേശിച്ചോളാണ് കിട്ടിയോ? ടേസ്റ്റ് നോക്കല്ലേ? ഇതിനെടുത്ത് നമുക്ക് ഇതിന്റെ തൊലി എടുക്കാം. വന്നിട്ടുണ്ടല്ലേ? അതവിടെ വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് വിളിക്കാം. ചേട്ടാ എന്നാ പറയാ? ഇത് ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. ഇതിപ്പോൾ നമ്മളൊന്ന് കഴിക്കേണ്ടി വരും. ഞാനൊക്കെ ഇത് കഴിക്കുന്ന അവസ്ഥ. ഞാൻ ആകെ ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന. ഇപ്പം ഈ മനുഷ്യൻ്റെ കൂടെ കൂടി ഞാൻ തിന്നാത്തായിട്ടുള്ള ഒരു സാധനമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ നാക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു തരത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിയൊക്കെ പൊളിക്കുന്നത് നല്ല പാടാണ്. ഞാൻ ചോദിച്ചത് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഓർത്തു. ഇനി നമ്മൾ കറി പീസ് പോലെ കട്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെയല്ല കേട്ടോ വേവിക്കുന്നേ, ഒന്നും കൂടി ഇത് വേവിക്കും കേട്ടോ നല്ലപോലെ. പീസൊക്കെ നല്ല വളാതിരിക്കും. നമുക്കിനി ഇത് ചെറുതായിട്ട് നമ്മുടെ കറി പീസ് പോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പീസുകൾ ഇതാ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ലേശം ഇഞ്ചി, ലേശം വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇറച്ചിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോളയും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ എല്ലാ മസാലകളും, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, ഉപ്പ്, നമ്മളങ്ങനെ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ആ വെള്ളമാണ് ഒഴിക്കുന്നത്. അതിന് ശേഷം ഇതൊരു 6 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ നാക്ക് കുക്കറിൻ്റെ അകത്ത് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല കിടുക്കാച്ചി റോസ്റ്റാക്കാൻ പോകണം. അപ്പോൾ ചേട്ടായി റോസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഇനി ഞാൻ നാടൻ റോസ്റ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത് നമുക്ക് നോക്കാം. ആ രീതിയിലുള്ള ചട്ടി വെക്കാം. ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം കടുക്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മറ്റേ ഇടികല്ലിൽ ചതച്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ ലേശം സവോള, അതിൻ്റെ കൂടെ തന്നെ ലേശം ഉപ്പ് നടക്കാം. ഇത് നമ്മുടെ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഓരോന്ന് എടുത്തിടാൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പറ്റിയിടും. അങ്ങനെയുണ്ട്. സ്പെഷ്യൽ റെസിപ്പികളാണ്. അതെ. ഇങ്ങനെ മസാല മൂത്തതിൻ്റെ മണം. ഫസ്റ്റ് ടൈമാണോ നാക്ക് കഴിക്കാൻ ഇത് നമ്മുടെ വരട്ടി വെച്ച നാക്ക്. നീ നാക്കെന്ന് പറയുമ്പോൾ എന്താ കൊടുക്കും അല്ലേ? ഇതെടുത്ത് അങ്ങോട്ട് ഇടും. നല്ല ഇറച്ചി പീസാണല്ലേ? കിട്ടണം നമുക്ക് കിട്ടണം. അയ്യോ ഇതിപ്പോൾ ജിം വിളിച്ചോണ്ടിരിക്കുന്നു. വിളിച്ചാലോ വരാം. ഇത് വെന്തോന്ന് ചോദിച്ചിട്ട് ചെറുതായിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. ഇതാണോ? എൻ്റെതായിട്ടില്ല. ഇച്ചിരി കുരുമുളക് പൊടി അങ്ങനെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. ഇതല്ലേ കളറ് കണ്ടോ? ആഹാ, ഇതെനിക്ക് എന്നാ തോന്നുന്നറിയോ? കരള് പുരട്ടൂലേ? അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ കുറച്ച് സവോള, പിന്നെ കുറച്ച് മല്ലിയില. രസത്തിന് അങ്ങനെ നമ്മുടെ നാക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാദ്യം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേട്ടാണ്. എങ്ങനെ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയാം. ലാസ്റ്റ് ഞാൻ നോക്കുള്ളൂ. നാരങ്ങയുടെ പുളി കുരുമുളക് പൊടി മറ്റേ ലിവർ ഫ്രൈഡ് സ്മെല്ല് വരുന്നു. നല്ല നല്ല വരണ്ട് ലിവർ ഫ്രൈ കിട്ടുന്നില്ല സ്മെല്ല്. അത് ബീഫിൻ്റെ മറ്റേ നെയ്യൊക്കെ വരുന്ന ഒരു ഭാഗമില്ല. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല്, നല്ല ഈ കരള് ഫ്രൈ ചെയ്യുമ്പോഴുള്ളൊരു സ്മെല്ലില്ലേ. അമ്മേ ഇനി അടുത്ത നെയ്യാണോ? അങ്ങനെ എൻ്റെ ഊഴ എത്തിയാണ് ഗൈസ്. ഹലുവ കഷ്ണം കഴിക്കുന്നുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.